അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 8, 31 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ്. ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം. എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു. നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. അവർ പറഞ്ഞു, അബ്രാഹാമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ് എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, ദൈവം. സുവിശേഷ വിചിന്തനം. ദൈവസ്നേഹത്തിനെതിരായിട്ടുള്ള പ്രവൃത്തിയാണ് പാപം. ദൈവസ്നേഹത്തിനെതിരായി പ്രവർത്തിക്കുന്നവനാണ് പാവി. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണെന്ന് വചനം പറയുന്നു. അടിമയ്ക്ക് എക്കാലവും യജമാനന്റെ ഭവനത്തിൽ വസിക്കാനാവില്ല. അവൻ സ്വതന്ത്രനാക്കപ്പെടേണ്ടവനാണ്. പാവിക്ക് എപ്പോഴും ഒരു സാധ്യതയുണ്ട്. പാപത്തിൻ്റെ പിടിയിൽ നിന്നും സ്വതന്ത്രനാകുവാൻ ഈ സാധ്യത മാത്രമല്ല അവൻ്റെ കൈമുതൽ, മറിച്ച് ഈ സാധ്യതയ്ക്ക് അവനെ സഹായിക്കുന്ന അനന്തശക്തിയും അവന് സമീപസ്ഥമാണ്. പാവി പാപത്തിൻ്റെ അടിമയാണെന്ന് പറയുമ്പോഴും അവൻ സ്വാതന്ത്ര്യത്തിൽ നിന്നും ഒരു ആഗ്രഹദൂരം പിന്നിലാണെന്നതും സത്യമാണ്. അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ പാവാവസ്ഥ ഉപേക്ഷിച്ച് വിശുദ്ധിയെ പുണരാനാകും. പാവിയെ സ്വതന്ത്രനാക്കുന്നത് ദൈവമാണ്. പാവിയുടെ ആഗ്രഹമറിയുന്ന ദൈവം അവനെ കടാക്ഷിക്കുകയും വിശുദ്ധീകരിക്കുകയും തൻ്റെ നന്മകളാൽ അവനെ അലങ്കരിക്കുകയും ചെയ്യും. പിന്നീടൊരിക്കലും അവൻ അടിമയല്ല, മറിച്ച് പുത്രനാണ്, ദൈവത്തിൻ്റെ ദത്തുപുത്രൻ. ഈ പരിണാമം ജ്ഞാനസ്നാനത്തിൽ നാം അനുഭവിച്ചതാണ്. കർത്താവേ, ജ്ഞാനസ്നാനത്തിലൂടെ എനിക്ക് ലഭിച്ച പുത്രത്വം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പാവത്തിൻ്റെ അടിമയായിരിക്കാൻ ആഗ്രഹിക്കാതിരിക്കാം. നിയോഗ പ്രാർത്ഥന. തപസ്സുകാലത്തിലെ ഈ സുപ്രഭാതവും നമുക്ക് നൽകിയ പരമകാരുണികനായ ദൈവത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ അഭ്യർത്ഥിക്കുന്ന പല നിയോഗങ്ങളും കർത്താവ് നമുക്ക് തന്നരുളുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ നിയോഗ പ്രാർത്ഥനയിൽ നാം സമർപ്പിക്കുന്നത് പാവപ്പെട്ടവൻ്റെയും വിശക്കുന്നവൻ്റെയും ഇല്ലാത്തവൻ്റെയും യാചകൻ്റെയും കഷ്ടത അനുഭവിക്കുന്ന ജനതകളെയും ഒക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഇത്തരം ആൾക്കാരെ സഹായിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായം
1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ നമുക്ക് ഉണർത്തിക്കുന്നു. മകനെ, പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയും അരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രരിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞങ്ങൾ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായും ഉറച്ചിരിക്കുന്നു. ആമേൻ.